സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. അത് മാത്രമല്ല ഒരു ലൈക്കും കൂടി തരണേ. അപ്പം അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കും. അതായത് നമ്മളെ പിള്ളേർ രണ്ടാളും ഉമ്മ വെക്കുന്നത്. അപ്പൊ പെട്ടെന്നായിരിക്കും നമ്മളെ ചെക്കന് ബോധോദയം വരുന്നുണ്ടാവുക. അതിനെയും കാട്ടി മുന്നേ നമ്മളെ പെണ്ണാണെങ്കിൽ അവിടുന്ന് ഓടിപ്പോകുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ അവക്കാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഒരു സന്തോഷമായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് അവളാണെങ്കിൽ അവനുമായിട്ട് ഇങ്ങനെ ഇതേപോലെ സംസാരിക്കുന്ന ടീം അവനാണെങ്കിൽ ചോദിക്കും, നിനക്ക് എൻ്റെ ഗേൾ ഫ്രണ്ട് ആകാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്ന ടീം അവളാണെങ്കിൽ പറയും ഹാ 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 എനിക്ക് തയ്യാറാണെന്ന് പറയും. അങ്ങനെയല്ല, ഞാൻ ഓക്കെ ആണെന്ന് പറയും. പക്ഷെ അതൊരു സ്വപ്നം മാത്രമായിരിക്കെ. അപ്പൊ അതിന്റെ അർത്ഥം എന്നാ നമ്മളെ പെണ്ണിന്റെ മനസ്സിൽ ഇഷ്ടമുണ്ട് എന്നല്ലേ. അങ്ങനെ നമ്മളെ പെണ്ണ് റിയാലിറ്റിയിലാണെങ്കിൽ അവളോട് ഇഷ്ടാണെന്ന് പറയാന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം. പക്ഷെ അവനാണെങ്കിൽ കൊന്നിട്ടും പറയുന്നുണ്ടാവില്ല. അപ്പൊ അതിന്റെ ദേഷ്യത്തിലാണെങ്കിൽ അവള് വായി തോന്നി എന്തെല്ലോ പറഞ്ഞിട്ട് ആ ഒരു ബണ്ണീന്റെ തല ഇവന്റെ തലയിലും വെച്ച് കൊടുത്തിട്ട് അവിടുന്ന് ഓടിപ്പോകും. നമ്മൾ കാണുന്നത് നമ്മളെ ബോസ് ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് പറയും, നാളെ ആണെങ്കിൽ എനിക്ക് വേറൊരു ട്രിപ്പിന് പോകാനുണ്ട്, അതുകൊണ്ട് നാളെ നീ വീട്ടിലേക്കാണെങ്കിൽ നമ്മളെ മിങ്ങിന്റെ കൂടെ പോയിക്കൊന്നെന്ന് പറയാം. അപ്പൊ അവളാണെങ്കിൽ എല്ലാത്തിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലായിരിക്കും മറുപടി കൊടുക്കുന്നുണ്ടാവുക. അതേ ടൈമായിരിക്കും മിങ് ആണെങ്കിൽ എവിടത്തേക്കോ പോകാൻ പോകുന്നുണ്ടാവുക. അതേ ടൈം ബോസ് ആണെങ്കിൽ പറയും, അത് ഞാൻ ഇവളോട് കുറച്ച് ബിസിനസിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നായിരുന്നു, നിങ്ങൾ രണ്ടാളും സംസാരിച്ച കുഴപ്പമില്ലാന്ന് പറയും. അതേ ടൈം അവളാണെങ്കിൽ പറയും, എനിക്ക് ഇവനോട് ഒന്നും സംസാരിക്കാനില്ലാന്ന് പറയും. അതേ ടൈം നമ്മളെ മിങ് ആണെങ്കിൽ പറയും, ഹാ ഓക്കെ എനിക്കൊന്നും സംസാരിക്കാനില്ലാന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകെ. പക്ഷെ അവളാണെങ്കിൽ അങ്ങനത്തെ ഒരു മറുപടി ആയിരിക്കില്ല പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അപ്പൊ അവക്കാണെങ്കിൽ പിന്നെയും ദേഷ്യം പിടിക്കും. ഇവളെ മൂഡ് ഓഫ് ആണെങ്കിൽ നമ്മളെ ബോസിന് മനസ്സിലായിട്ട് ബോസ് ആണെങ്കിൽ അവളോട് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ അവളാണെങ്കിൽ അവൾ മൂഡ് ഓഫ് ആണെന്നുള്ള കാര്യം ബോസിനോട് സമ്മതിക്കുന്നേ ഉണ്ടാവില്ല. തർക്കിക്കുന്ന കാര്യത്തിൽ നമ്മളെ പെണ്ണിന് ഫസ്റ്റ് പ്രൈസ് ആണല്ലോ. അതേ ടൈം നമ്മളെ മിങ്ങിനെ നോക്കുന്നതാണെങ്കിൽ അവനും ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. അതേ ടൈം തന്നെ നമ്മളെ ലിന്നാണെങ്കിൽ വന്നിട്ട് അവനോടാണെങ്കിൽ ചോദിക്കും, നീ ഇങ്ങനെ സെന്നിനെ കൊണ്ടാന്നോ മൂഡ് ഓഫ്, അവള് നിന്നോട് എന്തെങ്കിലും ചെയ്തിനോ, അങ്ങനെ ഇങ്ങനെ ഒരു 1001 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം മിങ് ആണെങ്കിൽ പറയും, ഞാനും അവളും തമ്മിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ല, അത് മാത്രല്ല ഇപ്പൊ എൻ്റെ മൈൻഡ് കുറച്ച് അപ്സെറ്റ് ആണ്, അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോയി തരുമോ എന്ന് ചോദിക്കും. അപ്പൊ ലിന്നാണെങ്കിൽ പറയും, ഹാ ഓക്കെ എന്നാ പിന്നെ ഒറ്റയ്ക്ക് ഇരുന്നോന്നൊന്ന് പറഞ്ഞിട്ട് ലിന്ന അവിടുന്ന് പോകുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം നമ്മളെ സെന്നാണെങ്കിൽ യുഎനോട് ചോദിക്കൂ, നീയും ആ ലിന്നും തമ്മിൽ ശരിക്കും ഇങ്ങനെ റിലേഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. അതേ ടൈം അവനാണെങ്കിൽ പറയും, ഹാ ഉണ്ട് ഉണ്ട് ഉണ്ട്, അവൾ എന്നോട് രഹസ്യമായിട്ട് വെക്കണം എന്ന് പറഞ്ഞതാണ്, പക്ഷെങ്കിൽ എങ്ങനെയോ നീ അറിഞ്ഞതെന്ന് പറയും. അതേ ടൈം അവനാണെങ്കിൽ പറയുന്നുണ്ടാവുമായിരിക്കും, എനിക്ക് നിന്നെ കുറിച്ച് ആലോചിക്കുന്ന ടൈമാണ് കുറച്ച് സങ്കടമുള്ളേന്ന്. അപ്പൊ അതേ ടൈം അവളാണെങ്കിൽ പറയും, നീ എന്തിനാ എന്നെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്നത്, ഞാൻ ഇങ്ങനെ എൻ്റെ ജോബിൽ ഭയങ്കര ഗ്രേറ്റ് അല്ലേ എന്ന് പറയും. അതേ ടൈം അവനാണെങ്കിൽ പറയും, ജോബിൽ നമ്മൾ ഗ്രേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പക്ഷെങ്കിൽ നമ്മളെ ലൈഫാണ് നമ്മൾ ഫസ്റ്റ് സെറ്റിൽഡ് ആക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചെക്കനില്ലേ, അതായത് നമ്മളെ മിങ്ങിനെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മളെ പെണ്ണ് ചെവിട് പൊത്തിട്ടാണെങ്കിൽ പറയും, ഞാനും അവനും തമ്മിൽ ഒരു ബന്ധവുമില്ല, അത് മാത്രല്ല എനിക്ക് അവന്റെ പേര് കേൾക്കുകയേ വേണ്ടാന്ന് പറയൂ. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ ദേഷ്യം മൊത്തം ആ ഒരു ഓൺലൈൻ ഫ്രണ്ടില്ലേ, ഓൺലൈൻ ഫ്രണ്ട് ആരാ, നമ്മളെ മിങ്ങല്ലേ, നമുക്ക് മിങ്ങ് തന്നെ പറയാം, മിങ്ങിനോട് പറയുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം മിങ് ആണെങ്കിൽ അവനെ തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ചോദിക്കും, നീ എന്തിനാണ് അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്, നീ എൻ്റെ ഫ്രണ്ട് ആണോ അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മളെ സെന്നിന് സത്യാവസ്ഥ അറിയാത്തത് കൊണ്ടായിരിക്കും അവളങ്ങനെ പറയുന്നുണ്ടാവുക. പിറ്റേ ദിവസം ആകുന്ന ടൈം നമ്മൾ യുഎയും ലിന്നും ആണെങ്കിൽ ഇതുപോലെ ഇരിക്കുന്നതായിരിക്കും. അപ്പൊ യുഎക്കാണെങ്കിൽ ലിന്നിന്റെ അടുത്ത് തന്നെ ഇരിക്കണം. പക്ഷെ ലിന്നാണെങ്കിൽ പറയും, എല്ലാരും കാണൂടെ മാറി ഇരിക്കുന്നു പറയുന്ന അതേ ടൈമായിരിക്കും മിങ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. മിങ് ആണെങ്കിൽ ൊക്കെ സാഡ് എന്നെല്ലാം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സങ്കടത്തിലായിരിക്കും. അതേ ടൈം നമ്മൾ സെന്നും അങ്ങോട്ടേക്ക് വരും. അപ്പൊ സെന്നിനെ കാണുന്ന ടൈം യു ആണെങ്കിൽ പറയും, ഞാൻ ഇവിടെ മാറിയിരിക്കാം, നീ ഇവിടെ ഇരുന്നോന്ന് പറയും. അതേ ടൈം അവളാണെങ്കിൽ പറയും, ഹേ വേണ്ട, ഞാൻ രാവിലെ നല്ലോണം ഭക്ഷണം കഴിച്ചിന്, ഡൈജഷൻ ആകണിക്കല് ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ അവൾ അവിടെ നിൽക്കുന്നുണ്ടാവുമായിരിക്കും. ഇവരൊരു കോമഡി. ഇവൾ അഹങ്കാരം കാണുന്ന ടൈം അവനും അവിടുന്ന് എണീക്കുന്നുണ്ടാവുമായിരിക്കും. അവൻ എണീച്ച പാട്
ലിന്നാണെങ്കിൽ നമ്മളെ സെന്നിനോട് ഇരിക്കാൻ പറയും. അപ്പൊ സെൻ ആണെങ്കിൽ അവിടെ ഒരു കൂസലും ഇല്ലാണ്ട് ഇരിക്കുക. അതേ ടൈം നമ്മുടെ മിങ് ആണെങ്കിൽ ഇതുപോലെ അവന്റെ ട്രോളി ബാഗ് അവിടെ വെച്ചിട്ട് അതിന്റെ മേലെ ഇരിക്കുന്നുണ്ട്. അവർക്ക് യുവേക്കും ലിന്നിനും ആണെങ്കിൽ ഇവരെ ഇടക്ക് എന്ത് മനസ്സിലാക്കാൻ ഇവർക്ക് ഉണ്ടാക്കോ, അതുകൊണ്ട് അവര് വായ്പൂട്ടി നിൽക്കും. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ വീട്ടിലെത്തുക. എന്നിട്ട് അവളാണെങ്കിൽ അമ്മേന്റെ കൂടെ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്ന ടീം. അമ്മയാണെങ്കിൽ ചോദിക്കും, നീ ഇങ്ങനെ ട്രിപ്പിന് പോയത് ആ ഒരു മിങ്ങിന്റെ കൂടെ അല്ലേ എന്ന് ചോദിക്കും. അതേ ടീം അവളാണെങ്കിൽ പറയും, ഹാ ആണല്ലോ എന്നേനു എന്ന് ചോദിക്കേ. അതേ ടീം അമ്മയാണെങ്കിൽ ചോദിക്കും, നിങ്ങൾ രണ്ടാളും മാത്രമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടീനോന്നൊക്കെ ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും, എല്ലാ എനിക്കൊരു ഈവെന്റിന്റെ കൂടെ കുറച്ച് ഹെൽപ്പ് ചെയ്യണം, അത്ര പണിയേ ഉണ്ടായിട്ടുള്ളൂ, നമുക്ക് മാത്രം എന്തിനാ ടൈം എന്ന് ചോദിക്കേ. അതേ ടൈം അമ്മയാണെങ്കിൽ അവളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രണയം ഇട്ട് കൊടുക്കുന്നുണ്ട്. അവർക്ക് അവൻ നിന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ല, പക്ഷേങ്കിൽ എനിക്ക് അവനെ കാണുന്ന ടൈം അവന് നിന്നെ ഇഷ്ടമാണെന്നാ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അമ്മ ഇവിടെ മനസ്സിലേക്ക് ലവ് ഇട്ട് കൊടുക്കുന്നുണ്ടാവുക. ഇതെല്ലാം നമ്മളെ നാട്ടിലാണെങ്കിൽ നിങ്ങളൊരിക്കൽ ആലോചിച്ച് നോക്കിയാ. വാവ്. ഇതേ ടൈം നമ്മൾ ലിന്നും യുഎ ആണെങ്കിൽ എന്തോ വർക്കിന്റെ കാര്യം സംസാരിക്കുന്നതായിരിക്കും. അതേ ടൈം യുഎക്കാണെങ്കിൽ വർക്കിനെ കൊടുന്നും സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കാനായിരിക്കും താല്പര്യം. അതേ ടൈം ലിന്നാണെങ്കിൽ പറയും, ഇപ്പൊ ഓഫീസ് ടൈമാണ്, അതുകൊണ്ട് തന്നെ വർക്കിന്റെ കാര്യങ്ങൾ മാത്രം നമ്മൾ സംസാരിച്ചാൽ മതി എന്ന് പറയുന്ന ടൈം ചെക്കനാണെങ്കിൽ ടൈം നോക്കിയിട്ട് പറയും, എല്ലാ 7 മിനിറ്റ് മുന്നേ ഓഫീസ് ടൈം കഴിഞ്ഞ് ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാമെന്ന് പറയും. അപ്പൊ അവളാണെങ്കിൽ എന്ത് ചെയ്യും, അതിങ്ങനെ നോക്കിയതിനു ശേഷം അവനെ ഇതുപോലെ ഹഗ് ചെയ്തിട്ടാണെങ്കിൽ പറയും, വാ നമുക്ക് എവിടെയെങ്കിലും പോവാലോ എന്നൊന്ന് പറഞ്ഞിട്ട് അവന്റെ കൈയും പിടിച്ചിട്ട് പോകുകയെ. അങ്ങനെ പിറ്റേ ദിവസം നമ്മളെ പെണ്ണാണെങ്കിൽ അവളെ ഓഫീസിലേക്ക് വരുന്ന ടൈം 2 പെമ്പിളറാണെങ്കിൽ എന്തെല്ലോ നമ്മളെ പെണ്ണിനെ കൊണ്ട് പറയുന്നുണ്ടാവുമായിരിക്കും. എനിക്ക് തോന്നുന്നത് അന്നായൊരു റിസപ്ഷൻ എടുത്ത ഒരു ഫോട്ടോ ഇല്ലേ, ആ ഒരു ഫോട്ടോനെ കൊണ്ടായിരിക്കും എന്നാണ്. പക്ഷെ നമ്മളെ ലിന്നിനാണെങ്കിൽ എന്നാ സംഭവം ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. ലിന്നാണെങ്കിൽ ആ ഒരു ഫോട്ടോ എടുക്കുന്ന കണ്ടിട്ടില്ലല്ലോ. ഇവിടുന്നൊന്നും മനസ്സിലാകാണ്ട് അവളാണെങ്കിൽ അവൾ ഓഫീസിൻ്റെ ഉള്ളിൽ എത്തുന്ന ടൈം എല്ലാവരും ആണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവും. ഒരിക്കൽ നമ്മളെ പെണ്ണിനാണെങ്കിൽ എന്നാന്ന് മനസ്സിലാവുന്നേ ഉണ്ടാവില്ല. അപ്പം മെയിൻ ഗോസിപ്പായിട്ടുള്ള നമ്മളെ ലോങ്ങിൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിൽ ചോദിക്കും, എടാ ഇന്നത്തെ ഡെയിലി റുട്ടീൻ എന്തെങ്കിലും സംഭവിച്ചിട്ടോ എന്ന് ചോദിക്കും. അപ്പം ലോങ് ആണെങ്കിൽ എന്ത്? അതേ ടീം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, എന്നാ ഇവിടെയുള്ള ആൾക്കാർക്കെല്ലാം എന്നാ പറ്റിയെന്ന് ചോദിക്കുന്ന ടൈം നമ്മളെ ലോങ് ആണെങ്കിൽ പറയും, എന്നല്ലേ നീ ഒന്നും അറിയാത്ത പോലെ കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുക. അതേ ടൈമായിരിക്കും നമ്മളെ പെണ്ണിന് ഓർമ്മ വരുന്നുണ്ടാവുക, ഓ മൈ ഗോഡ് ഇത് മറ്റേ ഫോട്ടോ അല്ലേ എന്നുള്ള കാര്യം. മറ്റേ ഫോട്ടോ എന്നല്ല, അന്നൊരു ദിവസം സംഭവിച്ചതല്ലേ എന്നുള്ള കാര്യം. എന്നിട്ട് ലോങ് ആണെങ്കിൽ പറയും, ഇതാണെങ്കിൽ ഇപ്പോൾ ഓൺലൈനിൽ സ്പ്രെഡ് ആയിക്കൊണ്ട് നിൽക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഫീസിലത്തെ എല്ലാവരും ഇത് കണ്ടു എന്ന് പറയും. അവളാണെങ്കിൽ നേരെ ആ ഒരു ഫയലെല്ലാം എടുത്തിട്ടാണെങ്കിൽ നമ്മളെ മിങ്ങിനോട് പറയും, ഇതെല്ലാം ഇന്ന് തന്നെ സൈൻ ചെയ്യണമെന്ന് പറയും. അതേ ടീം മിങ് ആണെങ്കിൽ ഇതുപോലെ നോക്കിയിട്ടാണെങ്കിൽ പറയും, നിങ്ങൾ രണ്ടാളും. അതേ ടീം നമ്മളെ ലിന്നാണെങ്കിൽ പറയും, എനിക്ക് ഈ ഒരു കാര്യത്തിനെ കൊണ്ട് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്ന് പറയും. പക്ഷേങ്കിൽ മിങ് ആണെങ്കിൽ വിട്ടുകൊടുക്കൂല. അതേ ടൈം ലിന്നാണെങ്കിൽ പറയും, ഹാ എനിക്കും കുറച്ച് കാര്യങ്ങൾ നിന്റെ അടുത്ത് ചോദിക്കാനുണ്ട്, ആ ഒരു സെന്നിനെ കൊണ്ട് എന്ന് പറയും. അതേ ടൈം മിങ് ആണെങ്കിൽ പറയും, ഹാ ഞാൻ നിന്റെ കാര്യം ചോദിക്കുന്നില്ല, നീ എൻ്റെ കാര്യം ചോദിക്കേണ്ട, കോംപ്രമൈസ് എന്ന് പറഞ്ഞിട്ട് അവനായൊരു വിഷയം അവിടുന്ന് ഒഴിവാക്കി കളയും. ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ബോസിന്റെ റൂമിൽ എത്തുന്ന ടൈം ബോസ് ആണെങ്കിൽ പറയും, എന്നാ നീ എന്നാ ഇപ്പൊ ഇവിടെ, നിനക്കിപ്പോ ഇങ്ങനെ ഒരു മെറ്റോൺ ഫുഡിന്റെ കമ്പനി ആയിട്ട് ഒരു മീറ്റിംഗ് ഇല്ലേ എന്ന് ചോദിക്കും. അതേ ടൈം അവളാണെങ്കിൽ പറയും, ആ ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്, എനിക്കില്ലേ ആ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലത്ത് പോകാനുണ്ട് എന്ന് പറയും. അതേ ടൈം ബോസ് ആണെങ്കിൽ പറയും, പിന്നെ നീ ഇതെന്താ ആദ്യം പറയാണ്ട് നിന്നേന്ന് ചോദിച്ച ടൈം അവളാണെങ്കിൽ പറയും, അത് പെട്ടെന്ന് വന്നതാണ്, അതുകൊണ്ട് ഞാൻ പോകുന്നതാണെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് ഒരൊറ്റ മുങ്ങലായിരിക്കെ. സംഭവം അവക്കാണെങ്കിൽ നമ്മളെ മിങ്ങിനെ കാണാൻ കഴിയല, അതുകൊണ്ടായിരിക്കും അവൾ ഇതുപോലത്തെ ഉടായ്പകളെല്ലാം എടുക്കുന്നുണ്ടാവുക. അവളാണെങ്കിൽ ഇങ്ങിൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിൽ പറയും, എടാ ഇപ്പൊ ബോസ് വന്നിട്ടാണെങ്കിൽ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നീ പറയണം, എനിക്കും നിനക്കും അർജന്റായിട്ടുള്ളൊരു കാര്യം ചെയ്യാനുണ്ട്, നിന്റെ എന്തോ ഒരു സംഭവത്തിന് എന്നിങ്ങനെ ഹെൽപ്പിനെ വിളിച്ചതെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, അങ്ങനെ നീ പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും കൂടിയിട്ട് ചർച്ച ചെയ്യുന്ന അതേ ടൈം ബോസ് ആണെങ്കിൽ പറയും, നിനക്ക് എന്ത് തിരക്കാണെങ്കിലും എന്ത് കാര്യം
കാര്യമാണെങ്കിലും നീ എൻ്റെ കൂടെ മീറ്റിങ്ങിന് വന്നേ പറ്റുള്ളൂ. ആ ഒരു റിപ്പോർട്ട് നീ തന്നെ പ്രസന്റ് ചെയ്യണം, എന്നാലും മാത്രമേ അത് നല്ല രീതിയിൽ അവസാനിക്കുള്ളൂ എന്ന് പറയേ. അതേ ടൈം അവളാണെങ്കിൽ പറയും ബോസ് പോയിക്കോ, ബോസിനെ കൂടി എല്ലാം സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ബോസ് ആണെങ്കിൽ പറയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ എൻ്റെ കൂടെ വന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് പോകുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. മെറ്റോൺ ഫുഡ് കമ്പനിയിൽ എത്തുന്ന ടൈം ലിന്നായിരിക്കും അവിടെ വരുന്നുണ്ടാവുക. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ആരെയോ നോക്കുന്ന പോലെ തോന്നിയിട്ട് ലിന്നാണെങ്കിൽ പറയും എന്നാന്ന് ഇങ്ങനെ മിങ്ങിനെ നോക്കുന്നോ, മിങ്ങാണെങ്കിൽ ഇങ്ങനെ പുറത്ത് പോയിട്ടാന്നുള്ളത്, ഈ ഒരു മീറ്റിങ്ങിൽ ഞാനേ ഉണ്ടാവുള്ളൂ എന്ന് പറയും. അവളാണെങ്കിൽ പണിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ വീട്ടിൽ ആരായിരിക്കും ഉണ്ടാവുക, നമ്മളെ മിങ്ങാണെങ്കിൽ അമ്മേൻ്റെ കൂടെ ഇങ്ങനെ ഗെയിം ആയിട്ട് കളിക്കാൻ വന്നിട്ടുണ്ടാവുമായിരിക്കും. അതേ ടൈം അവളാണെങ്കിൽ ചോദിക്കും അമ്മ എന്തിനാ ഇവനിങ്ങനെ ഗെയിം കളിക്കാൻ വിളിച്ചതെന്ന് ചോദിക്കുന്ന ടൈം അമ്മയാണെങ്കിൽ പറയും ഇത് കളിക്കുന്ന ടൈം ഒരാളൊരു വേക്കൻസി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവനെ വിളിച്ചത്. അത് മാത്രമല്ല നിങ്ങൾ ട്രിപ്പ് പോയി വന്നതിന് ശേഷം ഞാൻ ഇവനെ കണ്ടിട്ടേ ഇല്ല, എനിക്ക് ഇവനെ ഒരുപാട് മിസ് ചെയ്ത്, അതുകൊണ്ടാണ് ഞാൻ ഇവനെ വിളിച്ചതെന്ന് പറയും. ഇതേ ടൈം ജെന്നാണെങ്കിൽ ഇവൻ എന്തിനാ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് തർക്കിച്ചോണ്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം മിങ്ങാണെങ്കിൽ പറയും നീ ഇങ്ങനെ തർക്കിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുക. അതേ ടൈം നമ്മൾ ജെന്ന് പറയും നീ വാങ്ങേണ്ട ആവശ്യമില്ല, ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ തന്നെ പോകുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവനാണെങ്കിൽ സ്പീഡിൽ നടക്കുക. അതേ ടൈം അവളാണെങ്കിൽ വന്നിട്ട് ഇതേപോലെ ട്രോളി മീൻസ് ഇങ്ങനെ തട്ടി മാറ്റിയിട്ടാണെങ്കിൽ പറയൂ എൻ്റെ വീട്ടിലാണ് നീ ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് വന്നത്, ഞാനിങ്ങനെ ഫുഡ് ഷോപ്പ് ചെയ്തോളൂ എന്ന് പറയൂ. രണ്ടും കൂടിയിട്ട് ഫുഡ് എടുക്കാൻ പോകുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ അമ്മക്ക് വേണ്ടിയിട്ട് ഓരോന്ന് എടുത്തു വെക്കുക. പക്ഷെ അവളാണെങ്കിൽ പറയും ഇതമ്മ തിന്നൂല, ഇതമ്മ തിന്നൂല, ഇതമ്മ തിന്നൂല എന്ന് പറഞ്ഞിട്ട് എല്ലാം എടുത്ത് പുറത്ത് വെക്കുന്നുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ ക്ഷമേൻ്റെ നെല്ലിപ്പടിക എന്ന് പറയില്ലേ, അതുവരെ ക്ഷമിച്ചിട്ടുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ പറയും നീ ഇവിടെ നിൽക്ക്, എനിക്കൊരു കോള് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നേരെ പുറത്തേക്ക് പോയിട്ട് ഒരു 2-5 മിനിറ്റ് കഴിയുന്ന ടൈം നമ്മളെ പെണ്ണിനെ വിളിച്ചിട്ടാണെങ്കിൽ പറയും ഞാൻ പുറത്തേക്ക് വന്നെന്ന് പറയും. നോക്കുമ്പോൾ എന്നായിരിക്കും അവനാണെങ്കിൽ അവൻ ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഷോപ്പ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ഇവളപ്പുറം പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ഷോപ്പ് ചെയ്യാൻ പറ്റൂലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും അവൻ ഇതുപോലത്തെ ഒരു ട്രിക്ക് എടുക്കുന്നുണ്ടാവുക. അവർ രണ്ടാളും വീട്ടിലെത്തിയതിനു ശേഷം നമ്മളെ ചെക്കനാണെങ്കിൽ ഇതുപോലെ ഫുഡ് കുക്ക് ചെയ്തിട്ട് വെക്കുന്നുണ്ടാവുമായിരിക്കും. അവക്കാണെങ്കിൽ ആ ഒരു ഫിഷിന്റെ മണയെല്ലാം വരുമ്പോൾ കൊതി വരുന്നുണ്ടാവുമായിരിക്കും. എനിക്കേ കൊതി വരുന്നത്. അതേ ടൈം അവിടെയുള്ള ഏന്റിമാരെല്ലാവരും ആണെങ്കിൽ നമ്മളെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ടാവുമായിരിക്കും. ഇത് കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണിന് അത്രക്ക് സന്തോഷം ഉണ്ടാവില്ല. അമ്മയാണെങ്കിൽ അവളോട് ഫുഡ് കഴിക്കാൻ പറയുന്ന ടൈം വാശിയുള്ള പെണ്ണായത് കൊണ്ട് തന്നെ അവളാണെങ്കിൽ പറയും എനിക്കൊന്നും വേണ്ടാന്ന് പറയും. ഇതേ ടൈം ചെക്കനാണെങ്കിൽ എന്തെല്ലാം ഇതുപോലെ എടുത്തിട്ടാണെങ്കിൽ പറയും ഇത് ഞാൻ നിനക്കായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ്, ഇത് കഴിക്കുക എന്ന് പറയും. ഇതേ ടൈം ആയിരിക്കും പുറത്തുനിന്നാണെങ്കിൽ പലിശക്കാരനുണ്ടാവില്ലേ, അവനാണെങ്കിൽ ഒച്ചപ്പാടാക്കുന്നുണ്ടാവുക. ഇവരാണെങ്കിൽ പൈസ അടച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പൊ അതേ ടൈം നമ്മളെ പെണ്ണിനാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റാണ്ട് അവൻ ഇതുപോലെ ചീത്ത പറയുന്നുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ പോലീസിനെ വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്ന ടൈം അയാളാണെങ്കിൽ പറയൂ എന്റെ ഇഷ്ടത്തിനൊന്നും വന്നതല്ല, എന്റെ ഭാര്യ ആണെങ്കിൽ നിങ്ങൾ പൈസ തിരിച്ചു തരൂലെന്നൊന്ന് പറഞ്ഞിട്ട് അവള് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറഞ്ഞിട്ട് കെഞ്ചുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അയാളാണെങ്കിൽ പറയും ഞാൻ ഇപ്പൊ നിങ്ങളോട് ക്ഷമിച്ചിന്, പക്ഷെങ്കിൽ നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ആ ഒരു പൈസ തിരിച്ചു തരണേ എന്ന് പറഞ്ഞിട്ടായിരിക്കും അയാൾ പോകുന്നുണ്ടാവുക. ദിവസമാകുന്ന ടൈം നമ്മളെ ലോങ്ങും എപ്പോ അവന്റെ കൂടെ ഗോസിപ്പ് പറയുന്ന ഒരു പെണ്ണൂല്ലേ, അവര് രണ്ടാളും കൂടിയിട്ടാണെങ്കിൽ നമ്മളെ ലിന്നിനെയും യുവനെയും കൊണ്ട് ഇങ്ങനെ ഗോസിപ്പ് പറയുന്നതായിരിക്കും. അതേ ടൈം ലോങ് ആണെങ്കിൽ പറയും എനിക്ക് തോന്നുന്നില്ല അവളിങ്ങനെ യുവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിന്, അവര് തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ അമ്മോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈം യുവ ആണെങ്കിൽ ഇതും കേട്ടോണ്ട് വരുവേ. അവനാണെങ്കിൽ 2 മിനിറ്റ് നിന്നിട്ട് ഇവരെന്താണെന്ന് സംസാരിക്കുന്നതെന്ന് കേട്ടിട്ട് ഈ ഒരു പെണ്ണ് അവനെ കാണുന്ന ടൈം അവനാണെങ്കിൽ അവിടുന്ന് പോകും. അവനാണെങ്കിൽ നേരെ ഓഫീസിലേക്കായിരിക്കും പോകുന്നുണ്ടാവും. അപ്പൊ ആ വർക്കിന്റെ എന്തോ ഒരു കാര്യത്തിനായിരിക്കും പോകുന്നുണ്ടാവും. അപ്പം ഇങ്ങാണെങ്കിൽ പറയൂ എനിക്ക് വർക്കിനെ കൊണ്ട് അധികം ഒന്നും പറയാനില്ല, നീയും ലിന്നും തമ്മിൽ കുറച്ചധികം കെമിസ്ട്രി ഇല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഈ ഒരു വർക്ക് അടിപൊളിയായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് പറയൂ. ഇതേ ടൈമിൽ ലിന്നിന്റെ ഫോണിലേക്കാണെങ്കിൽ എന്തോ ഒരു സംഭവം
വരുന്നുണ്ടാവുമായിരിക്കും. എന്നാൽ ഏതാണെന്നും കാണിക്കുന്നുണ്ടാവില്ലേ. എന്നിട്ട് അവളാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ യുഎനോടാണെങ്കിൽ ചോദിക്കും ഇതെന്നാ നീ പോസ്റ്റ് ചെയ്തിനെന്ന് ചോദിക്കും. അതേ ടൈം മിങ് എത്തി നോക്കുന്ന ടൈം അവളാണെങ്കിൽ എന്ത് ചെയ്യും, ഫോൺ ക്ലോസ് ചെയ്യേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ലേ. അപ്പൊ യുഎ ആണെങ്കിൽ പറയും ഇപ്പൊ വർക്കിന്റെ ടൈമാണ്, നമുക്ക് അതിനെ കൊണ്ട് മാത്രം സംസാരിക്കാമെന്ന് പറയും. പക്ഷെ ലിന്നാണെങ്കിൽ എന്ത് ചെയ്യും, അവിടുന്ന് എണീച്ച് നിന്നിട്ട് നമ്മൾ യുഎന്റെ ഷോൾഡർ ഇതുപോലെ പിടിച്ചമർത്തിയിട്ടാണെങ്കിൽ പറയൂ നിങ്ങൾ രണ്ടാളും വർക്കിനെ കൊണ്ട് സംസാരിക്കുക, ഞാൻ പോകുന്നാന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ അവിടുന്ന് പോകുകയെ. അപ്പൊ നമ്മുടെ യുഎന്റെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ ഉണ്ട്, എന്നാമോ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടാവോ ദൈവത്തിനെ അറിയുള്ളൂ. ഇവള് പോയപാട് മിങ്ങാണെങ്കിൽ ചോദിക്കും എന്നാ പ്രശ്നം എന്ന് ചോദിക്കേ. അതേട്ട് യു ആണെങ്കിൽ പറയും ഒരു പ്രശ്നമില്ലല്ലോ, നമ്മൾ തമ്മിൽ നല്ല ടേംസിനാണല്ലോ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് യു എ ആണെങ്കിൽ നമ്മൾ ലിന്നിനെ വിളിച്ചിട്ടാണെങ്കിൽ ചോദിക്കും നമുക്കിന്ന് നൈറ്റ് ഡിന്നറിന് പോയാലോ എന്ന് ചോദിക്കും. അപ്പൊ അതേ ടൈം നമ്മൾ ലിന്നാണെങ്കിൽ പറയും ഒരിക്കലും നടക്കൂല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം നമ്മൾ മിങ്ങാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരേ ചിരിയായിരിക്കും. ഇങ്ങനെ നൈറ്റ് ആവുന്ന ടൈം ലിന്നാണെങ്കിൽ യുഎന്റെ റൂമിൽ പോകുന്നുണ്ടാവുമായിരിക്കും. എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും. അപ്പൊ യു എ ആണെങ്കിൽ ഒരു ബൊക്കയെല്ലാം പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ലിന്നാണെങ്കിൽ ചോദിക്കും നിനക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു ബൊക്ക കൊണ്ട് എന്റെ ദേഷ്യം ഇങ്ങനെ തണുപ്പിക്കാൻ പറ്റുമെന്ന്. അപ്പൊ നമ്മൾ യു എ ആണെങ്കിൽ പറയും നിന്റെ വർക്കിന്റെ ആ ഒരു പ്രഷർ കുറക്കേണ്ടിട്ടാന്ന് പറയും. അതേ ടൈം അവളാണെങ്കിൽ പറയും എനിക്ക് വർക്കിന്റെ പ്രഷർ അല്ല ഉള്ളത്, നീ എന്തിനാണ് നമ്മളെ റിലേഷൻഷിപ്പ് ഇങ്ങനെ മീൻസ് നമ്മളിങ്ങനെ റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യം ഇന്റർനെറ്റിലിട്ടത് അത് എന്നെ എത്രത്തോളം ബാധിക്കുമെന്ന് നിനക്ക് അറിയോന്ന് ചോദിക്കും. അതേ ടൈം യു എ ആണെങ്കിൽ പറയും ഞാൻ അതിങ്ങനെ വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല, എനിക്കും ഒരുപാട് പ്രഷർ ഉണ്ടായിന് അതുകൊണ്ടാണെന്ന് പറയും. അതേ ടൈം ലിന്നാണെങ്കിൽ പറയും നീ ഇപ്പൊ നിനക്ക് മാത്രല്ല എനിക്കും കൂടി പ്രഷർ തന്നിട്ടുള്ളേന്ന് പറഞ്ഞിട്ട് പറയും നമുക്ക് എന്നൊരു ബ്രേക്ക് എടുക്കാം, ഞാൻ പോകുന്നാന്ന് പറഞ്ഞിട്ട് അവളെ നടക്കുക. അവളെ പിന്നാലെ തന്നെ നമ്മൾ യു എ ആണെങ്കിൽ പോകല്ല എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവൾ എടുത്തു പോയിട്ട് ഇരുന്നിട്ട് എന്തോ പറയാൻ നോക്കുന്ന ടൈം അവളാണെങ്കിൽ ഇതുപോലെ കാണിക്കുക, അവനാണെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് പാവം പോലെ പോകുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളെ തന്നെ നോക്കും. പക്ഷെ അവളാണെങ്കിൽ വലിയ രീതിയിൽ മൈൻഡ് ആക്കുന്നുണ്ടാവില്ല. എന്നിട്ട് അവനാണെങ്കിൽ നേരെ നമ്മളെ പെണ്ണിനെ വിളിച്ചിട്ടാണെങ്കിൽ പറയൂ നീ ഒരിക്കൽ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യും, ഞാൻ ഇങ്ങനെ പെട്ടിട്ടാന്നുള്ളത് ലിന്നാണെങ്കിൽ ഞാനുമായിട്ട് അടിയാക്കിയിട്ടാണല്ലേന്ന് പറയും. അപ്പൊ നമ്മളെ സെൻ ആണെങ്കിൽ പറയും നീ അവിടെ തന്നെ നിൽക്ക്, അഡ്രസ്സ് വായിച്ചതാ, ഞാൻ ഇപ്പം വരാമെന്ന് പറയും. അപ്പൊ നമ്മൾ സെന്നിന്റെ കൂടെ നമ്മളെ മിങ്ങും ഉണ്ടാവുമായിരിക്കും. അപ്പൊ മിങ് എന്നാ സംഭവം എന്ന് ചോദിക്കുന്ന ടൈം സെൻ ആണെങ്കിൽ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കും. അതേ ടൈം മിങ് ആണെങ്കിൽ പറയും ഈ ഒരു കാര്യത്തിന് നിന്നെയും കാട്ടി കൂടുതൽ ബെസ്റ്റ് ഞാനും നിന്റെ കൂടെ വരുന്നെന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടിയായിരിക്കും പോകുന്നുണ്ടാവുക. ഇങ്ങനെ രണ്ടാളും നമ്മൾ യു എ ഉള്ള സ്ഥലത്തേക്ക് പോയി നോക്കുന്ന ടൈം അവിടെ യു എനെയും കാണുന്നുണ്ടാവില്ല, ലിന്നിനെയും കാണുന്നുണ്ടാവില്ല. ഇതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തോ ഒരു ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യുന്നുണ്ടാവും. ഒരിക്കൽ മിങ് ആണെങ്കിൽ വേണ്ടാന്ന് പറയുന്ന ടൈം നമ്മളെ സെൻ ആണെങ്കിൽ വാശി പിടിച്ചിട്ട് അതേ ഡ്രിങ്ക്സ് തന്നെ ഓർഡർ ചെയ്യുന്നുണ്ടാവും. ഒരിക്കൽ ഇതേ ടൈം ആയിരിക്കും നമ്മൾ യു എയും ലിന്നും ആണെങ്കിൽ ഒരു കൂസലും ഇല്ലാണ്ട് കൈയും പിടിച്ചുകൊണ്ട് നടന്നിട്ട് വരുന്നുണ്ടാവുക. അപ്പൊ നമ്മളെ സെൻ ആണെങ്കിൽ ചോദിക്കും എന്ത് നിങ്ങൾ രണ്ടാളും ഇങ്ങനെ അടിയല്ലേന്ന് ചോദിക്കുന്ന സ്ഥലത്ത് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കും. ഇനി നമുക്കാകെ 4 എപ്പിസോഡും കൂടിയുള്ളൂ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മിനി ഡ്രാമ ഇടുന്നുണ്ട്. ഐ തിങ്ക് 3 എപ്പിസോഡ് അത്രയേ ഉള്ളൂ. ഒരു അടിപൊളി ഡ്രാമയാണ്. അപ്പൊ അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അധികം ഒന്നും പറയണേ. ബൈ.